ഒക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ കർത്താവ് നമ്മളെ അവിടെ തള്ളിക്കളയുന്ന ഒരു ദൈവമല്ല. അവൻ നമ്മളെ ചിലതിലൂടെ കടത്തിവിട്ട് നമ്മളെ അഭ്യസിപ്പിക്കുന്ന ഒരു ദൈവമാണ്. കൂരിരുളിന്റെ താഴ്വരയാണോ, മരണത്തിന്റെ താഴ്വരയാണോ, ഏത് ഏകാന്തതയാണോ, തീയിലൂടെ കടന്നു പോയാലും അവൻ നമ്മളെ ദഹിപ്പിച്ച്, തീയിൽ കൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും, എങ്കിലും അവൻ നമ്മളെ ദഹിപ്പിക്കത്തില്ല. നമ്മളോട് കൂടെ ഇരിക്കാമെന്ന് വാഗ്ദത്തം ചെയ്തവൻ. വെള്ളത്തിലൂടെ കടക്കേണ്ടി വരും, എങ്കിലും അവൻ നമ്മളെ മുക്കിക്കളയുകയില്ല. ഈ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു എന്താ പറയുന്നത്, നമ്മളെ തള്ളിക്കളയാനല്ല എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ സാക്ഷ്യങ്ങളാണ്. എന്നെ വളരെയധികം രാവിലെ മുതലുള്ള ദൈവവചനം തുടങ്ങി ഓരോ സാക്ഷ്യങ്ങൾ, പാട്ട് എല്ലാം എന്റെയും ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു വാക്യം മാത്രം വായിച്ചുകൊള്ളാം. ഐസയ ചാപ്റ്റർ 48 അതിന്റെ 17, 18. കഴിഞ്ഞ ദിവസം ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തന്ന ഒരു ദൈവവചനമാണിത്. ഇസ്രയേലിന്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. അയ്യോ, നീ എന്റെ കൽപ്പനകളെ കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. എന്നാൽ നിന്റെ സമാധാനം നദി പോലെയും നിന്റെ നീതി സമുദ്രത്തിലെ തിര പോലെയും ആകുമായിരുന്നു. അതിനുശേഷം താഴോട്ട് ഒത്തിരി വാക്യങ്ങളുണ്ട്. എന്നാൽ പെട്ടെന്ന് എനിക്ക് എന്റെ ഹൃദയത്തിലേക്ക് വന്ന കഴിഞ്ഞ ഒരു ദിവസം ഞാൻ രാവിലെ ഇങ്ങനെ എഴുന്നേൽക്കുമ്പോൾ ഞാനിങ്ങനെ ഇത് ഒരു സ്വപ്നമാണോ, ഒരു ആരോ സംസാരിക്കുന്നതാണോ ഞാൻ കേട്ടുകൊണ്ട് ഇങ്ങനെ എഴുന്നേൽക്കുകയാണ്. ഞാൻ ഒരു ടീച്ചർ തൻ്റെ സ്റ്റുഡന്റിനെ പഠിപ്പിച്ചതിന് ശേഷം അടുത്തൊരു എക്സാം അവന്റെ മുമ്പിൽ കൊടുത്തിട്ട് പറയും, ഈ എക്സാം നീ സോൾവ് ചെയ്യണം. ഇത് സോൾവ് ചെയ്താൽ മാത്രമേ അടുത്ത ഒരു സ്റ്റാൻഡേർഡിലേക്ക്, അടുത്ത ഒരു ലെവലിലേക്ക് പോകാൻ കഴിയത്തുള്ളൂ എന്നുള്ള ഒരു ദൈവശബ്ദമാണോ ഒരു സ്വപ്നമാണോ എന്താണെന്ന് അറിയത്തില്ല. ഞാൻ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ട് അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് അപ്പോൾ തന്നെ തന്ന ഒരു ദൈവവചനവുമാണിത്. ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുന്ന ദൈവം. ദൈവമക്കളെ, നമ്മളെ ദൈവം ശുഭകരമായി നടപ്പാൻ, അല്ലെങ്കിൽ ശുഭകരമായി പ്രവർത്തിപ്പാൻ നമ്മളെ ദൈവം അഭ്യസിപ്പിക്കുന്ന ജീവിതത്തിന്റെ വഴികളാണ് ഈ രോഗങ്ങളും കഷ്ടങ്ങളും ഒക്കെ. നമ്മൾ വിചാരിക്കും നമ്മളെ തകർത്ത് കളയാനാണ്. എന്നാൽ കർത്താവിന്റെ ആ പെർഫെക്റ്റ് പ്ലാനിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന വഴികളാണ്. ഇന്ന് പ്രിയ ഡോളി സിസ്റ്റർ അനേക ക്യാൻസറിനെ പറ്റി പറയാനിടയായി തീർന്നു. അതൊക്കെ കേട്ടപ്പോൾ ഞാൻ ഓർത്തു, ഒരു ചെറിയ പനി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു തലവേദന വരുമ്പോൾ നമ്മൾ തളർന്നു പോകുന്നവരാ. എന്നാൽ അതിലൂടെയൊക്കെ കടത്തിവിട്ട് അഭ്യസിപ്പിക്കുന്ന ഒരു ദൈവം. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, 144 സങ്കീർത്തനത്തിൽ വരുമ്പോൾ നിങ്ങൾക്കറിയാവുന്ന വാക്യമാണ്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ എന്നിടത്തോടെ, എന്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ യുദ്ധത്തിന് എന്റെ കൈകളെയും പോരിന് എന്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. ദൈവമക്കളെ, നമ്മളെ ദൈവം അഭ്യസിപ്പിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നമുക്ക് ഈ ഭൂമിയിൽ ഒരു യുദ്ധമുണ്ട്. ഈ യുദ്ധത്തിൽ ജയിക്കേണ്ടതിനാണ് അവൻ നമ്മളെ ഓരോ ദിവസവും അഭ്യസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ ആരാണിത് നമ്മളോട് അരുളി ചെയ്യുന്നത്? നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. നമ്മുടെ ദൈവമാണ് നമ്മളോട് ഇത് പറയുന്നത്. അവൻ നമ്മുടെ നല്ല ഗുരുവാണ്, നല്ല ടീച്ചറാണ്, നമ്മളെ ഓരോ ദിവസവും അഭ്യസിപ്പിച്ച്. കാരണം ശുഭകരമായി പ്രവർത്തിപ്പാൻ നമ്മുടെ മുന്നിൽ ഒരു ശുഭഭാവിയുണ്ട്, നമ്മുടെ മുന്നിൽ ഒരു ശുഭയാത്രയുണ്ട്. അതിലേക്ക് നമ്മളെ ഒരു യാത്രയിലാണ്. നമ്മൾ ആ ശുഭയാത്രയിൽ അല്ലെങ്കിൽ ആ ശുഭ തുറമുഖത്തിൽ നമ്മൾ എത്തിച്ചേരണമെങ്കിൽ ചിലതിലൂടെയൊക്കെ വിട്ട് നമ്മളെ അഭ്യസിപ്പിച്ച് ട്രെയിൻ ചെയ്ത് നമ്മളെ പുറത്തു കൊണ്ടുവരും. കൊള്ളാകുന്നവനായി തെളിയുവാനാ നമ്മുടെ ജീവിതത്തിലെ ഈ കഷ്ടതയും നഷ്ടങ്ങളും ഒക്കെ. അതുകൊണ്ട് അതിലൊന്നും നമ്മൾ ഭാരപ്പെട്ടു പോകരുത്. കർത്താവ് നമ്മളെ ശുഭകരമായി അഭ്യസിപ്പിച്ച് നമ്മളെ അക്കരെ നാട്ടിൽ എത്തിക്കുവാൻ, അതല്ലേ നമ്മുടെ ആഗ്രഹം, അതല്ലേ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. നമ്മുടെ കർത്താവിനോട് കൂടെ ഇരിക്കണം. പ്രിയാലിസാൻഡി പാടിയപ്പോൾ തുടക്കത്തിൽ പറഞ്ഞു, എനിക്ക് എന്റെ യേശുവിനെ കാണണം. കർത്താവിന്റെ കാമുകം കാണുവാൻ അവൻ വരുമ്പോൾ അവൻ ഇരിക്കുന്നത് പോലെ നമ്മളും കാണേണ്ടതിന് അതിനു വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് പീരീഡില ഇതിൽ നമ്മൾ പാസ്സാകണം. ഈ പരീക്ഷാ കാലത്തിൽ നമ്മൾ പരീക്ഷയിൽ ഞാൻ ഈ ദൈവത്തിന്റെ ഈ വചനം കർത്താവ് എനിക്ക് നൽകി തന്നു. ഇന്നലെ ഞാൻ കർത്താവിനെ സ്തുതിക്കാൻ ഞങ്ങളുടെ ചർച്ചിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം അവിടെയും ഇത് തന്നെ വീണ്ടും പറയുവാനിടയായി. ഒരു പരീക്ഷാ കാലമുണ്ട്, ഒരു പരീക്ഷാ സമയമുണ്ട്. അത് നമ്മളെ ദോഷത്തിലാക്കി കളയുവാനല്ല, വേദനയിലാക്കി കളയുവാനല്ല. ഈ പരീക്ഷയിൽ നമ്മൾ ജയിക്കണം. അതാ കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മൾ സുഖമായിട്ടിരുന്ന് ഇങ്ങനെ അങ്ങ് പോകുവാനല്ല. നമ്മുടെ മുന്നിൽ ഒത്തിരി വിഷയങ്ങൾ കൊണ്ടു തന്നിട്ട് അവിടെയാണ് യഥാർത്ഥമായും ഒരു വിശ്വാസിയുടെ
ഈ ആ വിശ്വാസം തെളിഞ്ഞു വരുന്നത് ഹല്ലേലൂയ എങ്ങനെ ആകും എന്നുള്ളത് തെളിയുന്നത് നമ്മുടെ കഷ്ടതയിലാണ്. സുഖമായിട്ടിരിക്കുമ്പോൾ നമുക്ക് കർത്താവിനെ സ്തുതിക്കാനും കർത്താവ് നല്ലവനാണെന്ന് പറയാനൊക്കെ എളുപ്പമാ. എന്നാൽ ഹല്ലേലൂയ നമ്മുടെ കഷ്ടതയിൽ, രോഗങ്ങളിൽ, ദുഃഖങ്ങളിൽ ഹല്ലേലൂയ കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് നല്ലവനാണ്. ഹല്ലേലൂയ കഷ്ടതയാകുന്ന ഈ വരം ഞങ്ങൾക്ക് തന്നെങ്കിൽ കർത്താവേ, ഇതിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു ഹല്ലേലൂയ ഈ കഷ്ടതയിൽ ഞാൻ പ്രശംസിക്കുന്നു, ഈ ബലഹീനതയിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഹല്ലേലൂയ ഈ കഷ്ടതയിൽ നമുക്ക് പ്രശംസിക്കുവാൻ കഴിയട്ടെ. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മുടെ ഡൗൺ ആയി പോകും, നമ്മൾ മനുഷ്യരാ ഹല്ലേലൂയ, ക്ഷീണിച്ചു പോകും. എങ്കിലും ഹല്ലേലൂയ ഈ ദൈവവചനം പ്രിയ കർത്താവിന്റെ ദാസി പറഞ്ഞതുപോലെ ഹല്ലേലൂയ ശത്രുവെ നീ എന്റെ കാലിന്റെ കീഴിലാണ്. പിശാച് അലറുന്ന സിംഹം എന്ന പോലെ മാത്രമാ ഹല്ലേലൂയ. അവൻ സിംഹമല്ല കേട്ടോ, അവൻ സിംഹം എന്ന പോലെ മാത്രമാ വരുന്നത് ഹല്ലേലൂയ. അവന്റെ തലയെ ഓൾറെഡി തകർത്ത് കളഞ്ഞതാ ഹല്ലേലൂയ. ഞാൻ എപ്പോഴും അത് പറയുമ്പോൾ ഓർക്കുന്ന ഈ പാമ്പിന്റെ തലയൊക്കെ ഹല്ലേലൂയ കളഞ്ഞിട്ട് എന്നാലും അതിന്റെ വാല് കിടന്ന് ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞതുപോലെ ഉള്ളു ഈ സാത്താൻ ഹല്ലേലൂയ. അതിനെ നമ്മൾ വലുതാക്കല്. നമ്മുടെ കൂടെയുള്ളവൻ ഹല്ലേലൂയ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനായിരിക്കാൻ ഇന്ന് പകൽക്കാലം ദൈവമക്കളെ നമ്മളെ ശുഭകരമായി ഹല്ലേലൂയ പ്രവർത്തിപ്പാൻ നമ്മളെ അഭ്യസിപ്പിക്കുന്ന ദിനങ്ങളാണ് ഈ ദിനങ്ങളിൽ ഹല്ലേലൂയ. അവന്റെ കൽപ്പനകളെ കേട്ടനുസരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് നമ്മളെ തീർച്ചയായും അനുഗ്രഹിക്കും ഹല്ലേലൂയ. കർത്താവിന്റെ ഹല്ലേലൂയ ഈ വചനം ഹല്ലേലൂയ നിങ്ങൾ ഒരാൾക്കെങ്കിലും ഒരു എൻകറേജ്മെന്റ് ആയി എന്ന് ഞാൻ കരുതട്ടെ ഹല്ലേലൂയ. ശുഭകരമായി നമ്മളെ അഭ്യസിപ്പിക്കുമ്പോൾ നമ്മൾ ക്ഷീണിച്ചു പോകരുത്, നമ്മൾ തളർന്നു പോകരുത് ഹല്ലേലൂയ. കർത്താവിന്റെ കയ്യിലേക്ക് നമ്മളെ വിട്ടുകൊടുക്കുക. അവൻ നമ്മളെ ട്രെയിൻ ചെയ്ത് പുറത്തു കൊണ്ടുവരട്ടെ. നല്ല പുന്നായി പുറത്തു വന്ന ഹല്ലേലൂയ കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി നിൽക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു എവരിവൺ. പ്രൈസ് ദി ലോർഡ്.